നമുക്കൊരു വെജിറ്റേറിയൻ സൂപ്പ് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ആട്ടുംകാൽ സൂപ്പ്. ആട്ടുംകാൽ സൂപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി സൂപ്പ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കി. തെങ്കാശി പോകുന്ന വഴിക്ക് അവിടെ നിന്നും റോഡ് സൈഡിൽ എന്തോ ഒരു സാധനം കൂട്ടിയിട്ടേക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ ആട്ടുംകാൽ എന്ന് പറഞ്ഞു. എങ്കിലിരിക്കട്ടെ, ഒരു 1/2 കിലോ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. നല്ലോണം വൃത്തിയായി ഒന്ന് ചുരണ്ടി കഴുകി എടുക്കണം. കാര്യം ഇതിൽ മണ്ണും പൂപ്പലും എല്ലാം കാണും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നല്ലോണം ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി കഴുകി എടുക്കുക. അതിൽ മണ്ണിരിക്കരുത്. അതിൻ്റെ ഈ പൂപ്പലിരുന്ന് ഒരു ചെവയുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് നല്ലോണം വൃത്തിയായി ഒന്ന് കഴുകി ചുരണ്ടി എടുക്കണമെന്ന് പറയുന്നത്. അതിന് ഞാൻ ചെറിയ പീസുകളാക്കി ഒരു പഴയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകരുത്, ചതച്ചേ എടുക്കാവൂ. എപ്പോഴും ചതച്ചെടുക്കുക. ചതച്ച് മാത്രമേ എടുക്കാവൂ. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സൂപ്പിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് ചതഞ്ഞ് കിടന്നാൽ മാത്രമേ നമ്മൾ ഈ വെള്ളത്തിൽ വെന്ത് അതിൻ്റെ ഇത് ഊറി വരും. അങ്ങനെ ഊറ്റിയെടുക്കണം. അതിന് വേണ്ടിയാണ് ചതച്ചെടുക്കാൻ പറയുന്നത്. ഒരു കാരണവശാലും കുഴമ്പ് കണക്കാക്കി അരച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ ആട്ടുംകാൽ നമ്മൾ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം അത് 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചതച്ചെടുത്തത്. കാര്യം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ചെറിയ ഉള്ളി വേണം, പെരുംജീരകം വേണം, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, മസാല. ഇത്രയും എടുത്ത് നമുക്ക് ഒരു മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. അതും കൂടെ ചതച്ചെടുത്ത് ഈ ആട്ടുംകാലും ഈ ഉള്ളിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് കാച്ചിയെടുക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഞാൻ എടുത്തിരിക്കുന്ന പാത്രം എന്ന് പറയുമ്പോൾ ഒരു മൺപാത്രമാണ്. മൺപാത്രം എന്ന് പറയുമ്പോൾ കലവുമല്ല എന്നാൽ ചട്ടിയുമല്ല, ചെറിയ കുഴിയുള്ളത്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഒരു 5-6 കടുക് ഇട്ടു. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പില എടുത്ത് ചെന്നം പിന്നിയിട്ടു. അതും കൂടെ ചൂടായി നല്ലോണം ഒന്ന് ചൂടായി വരും. കടുക് പൊട്ടുന്ന സമയം കേൾക്കുമല്ലോ. കടുക് പൊട്ടുന്ന ആ സമയം കിടുകിടാ കേൾക്കും. ആ സമയം നമുക്ക് ഈ അരച്ചു വച്ചിരുന്ന കൂട്ട് എല്ലാം കൂടെ എടുത്ത് അതിനകത്തിട്ട് ആ എണ്ണയിൽ കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഒഴിച്ച 2 സ്പൂൺ എണ്ണയിൽ തന്നെ ഇതൊന്ന് വഴറ്റി നല്ലോണം വഴണ്ട് വരണം. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. ഞാൻ ഒരു ലിറ്റർ വെള്ളം, 1 ലിറ്റർ 1.25 ലിറ്റർ, ഒരു 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കുക. നല്ല ഇളക്കി നന്നായി ഒന്ന് തിളപ്പിച്ച് ഇതിലേക്ക് കുരുമുളക് വേണമെങ്കിൽ ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. കുരുമുളക് പൊടി ഞാൻ സജഷൻ ചെയ്യുന്നില്ല, നല്ലതാണ്. കാര്യം പച്ചമുളക് അതായത് കാന്താരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ കാന്താരി നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ കുരുമുളക് ഇട്ടാൽ മതി. കുരുമുളക് മാത്രം ഇട്ടാലും കുഴപ്പമില്ല. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. കാന്താരി മുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കാന്താരി ഇട്ട ഒരു വ്യത്യസ്ത ടേസ്റ്റിന് വേണ്ടി കാന്താരി ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി ഇടാതെ വേറെ എന്ത് വേണോ ചെയ്യാം. ഓക്കെ, അങ്ങനെ നല്ലൊരു സൂപ്പ് നല്ല തിളപ്പിച്ച് വറ്റിച്ച് നല്ല ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് നമുക്കൊരു ടെസ്റ്ററെ കണ്ടെത്തി ആ ടെസ്റ്ററുടെ കയ്യിൽ കൊടുത്ത് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതിന് നമ്മളത് കോരി ഞാനൊരു അരിപ്പയിൽ അരിച്ചെടുത്തു. കാര്യം അതിൻ്റെ കൊത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് അരിപ്പയിൽ അരിച്ചെടുത്തത്. നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം കിട്ടും. അങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ജ്യൂസ് മാത്രം എടുക്കാൻ പറ്റും. അതിൻ്റെ തൊത്ത് മാറ്റി വെച്ചിട്ട് ഈ സാധനത്തിൽ നമുക്ക് കുറച്ച് മല്ലിയില നല്ലോണം അരിഞ്ഞ് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ചൂടോടെ കഴിക്കാൻ അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഞാനിത് എൻ്റെ ഒരു ടെസ്റ്ററിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കഴിക്കാൻ. ബാക്കി ടെസ്റ്റർ കഴിച്ച് നോക്കിയതിന് ശേഷം ടെസ്റ്റർ പറയും ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ്. സൂപ്പർ, നല്ല മണമുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയതേ ഉള്ളൂ. കുടിക്കട്ടാ കുടി. സൂപ്പർ, നല്ല രസമുണ്ട്. നമ്മള് രസമില്ലേ, ഒരു രസത്തിന്റെ ടേസ്റ്റ്. സൂപ്പർ, ഒരു വെറൈറ്റി ടേസ്റ്റ്. എങ്ങനെ കുടിക്കും? കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നീ കൊണ്ടുവന്ന?